അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഭാരതം എല്ലായിടത്തും അങ്ങ് ഹൃദയത്തിലേറ്റി ആഘോഷമാക്കി മാറ്റുകയാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെ വരവേറ്റ് അനന്തപുരിയും വിവിധ ക്ഷേത്രങ്ങളിലായി പ്രത്യേക പൂജയും വിശേഷാൽ ചടങ്ങുകൾ നടക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിൽ അഖിൽ പാലോട്ടോടം ചേരുന്നുണ്ട്. അഖിലെ, രാഷ്ട്രം ഒരേപോലെ, അത് കേരളമെന്നോ കാശ്മീരെന്നോ ഗുജറാത്തെന്നോ ആസാമെന്നോ മണിപ്പൂരൊന്നും വ്യത്യാസമില്ല, ഭാരതത്തിലുടനീളം അങ്ങനെ ആഘോഷമാക്കി മാറുകയാണ് ശ്രീരാമനും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമൊക്കെ. അങ്ങ് കേരളത്തിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഒട്ടും വകവെക്കാണ്ടാത്ത അല്ലെങ്കിൽ ഒട്ടും പരിഗണന നൽകേണ്ടാത്ത ചില വിമത ശബ്ദങ്ങളൊക്കെ ഉയർന്നതിങ്ങ് അറ്റത്ത് കേരളത്തിൽ മാത്രമാണ്. എന്നാൽ കേരളം അതല്ല. കേരളം ഒരേ മനസ്സോടുകൂടി രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തലസ്ഥാന നഗരിയിൽ എന്തൊക്കെയാണ് ആഘോഷങ്ങൾ? ഉമേഷ്, എന്തായാലും ജയശ്രീറാം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഗൗതവും ജിഷ്ണുവും ഒക്കെ പറഞ്ഞതുപോലെ സ്വാഭിമാന ഭാരതത്തിന്റെ ആ ഭാരതീയന്റെ ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ശ്രീരാമ മന്ത്രം മുഴങ്ങുന്ന നിമിഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. വലിയ വിപുലമായ ചടങ്ങുകൾ ഭാരതമെമ്പാടും, കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും കാഞ്ചി മുതൽ കാമരൂപം വരെയും ഭാരതം ഒന്നാണ്, ആ രാമരാജ്യമാണ് എന്ന ആ ഹൃദയത്തുടുപ്പോടെ ഏറ്റെടുക്കുമ്പോൾ കേരളവും ഉമേഷ് സൂചിപ്പിച്ചുള്ള ചില ഇടത് ശബ്ദങ്ങൾ മാത്രമാണ് അതിനൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രാമന്റെ വരവിനെ ഏൽക്കാൻ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളമെമ്പാടും ഒക്കെ തന്നെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് യോഗനിദ്രയിലുള്ള ശ്രീരാമ രൂപമായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഇവിടെയും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. കാരണം വൈകുന്നേരം 5 മണിക്കാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ് നടക്കുന്നത്. അവിടെ ഇന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനും തന്ത്രിയായിട്ടുള്ള തെഴുന്നല്ലൂർ സതീശൻ നമ്പൂതിരിയുടെയും ഒക്കെ നേതൃത്വത്തിൽ 1000 ദീപങ്ങൾ തെളിയിച്ചാണ് ശ്രീരാമന്റെ വരവിനെ ദീപാവലിയായി ആഘോഷിക്കാൻ, വലിയ ആഘോഷ രാവുകൾ തീർക്കാൻ വേണ്ടി വിപുലമായ ചടങ്ങുകൾ ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഏകദേശം ഒരു 800ഓളം വരുന്ന ക്ഷേത്രങ്ങളിലാണ് ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായിട്ടുള്ള ചടങ്ങുകൾ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നത്. നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ആയിട്ടുള്ള വലിയ വിപുലമായിട്ടുള്ള ആഘോഷ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് കേരളത്തിന്റെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ തന്നെ രമാദേവി ക്ഷേത്രത്തിൽ, വഴുതക്കാടുള്ള രമാദേവി ക്ഷേത്രത്തിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ഒരു നേതൃത്വം പങ്കെടുക്കുന്നുണ്ട്. ഹൈന്ദവ സന്യാസി വര്യന്മാർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിൽ ശ്രീരാമന്റെ വരവിന് വേണ്ടി, ശ്രീരാമന്റെ നാമമന്ത്രങ്ങൾ മുഴക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപുലമായ ചടങ്ങുകൾ തിരുവനന്തപുരത്തും കേരളമെമ്പാടും ഒക്കെ തന്നെ ഒരുക്കുന്നുണ്ട്. അനന്തപുരി കൂടുതൽ വൈവിധ്യപൂർണ്ണമായിട്ടാണ് ശ്രീരാമന്റെ ഈ പ്രാണപ്രതിഷ്ഠയെ വരവേൽക്കുന്നത്. ആചാരപൂർണ്ണമായി, അനുഷ്ഠാനപൂർണ്ണമായി പല ക്ഷേത്രങ്ങളിലും ഇന്ന് 12 മണിക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് LED വാൾ ഉപയോഗിച്ച് മുഴുവൻ ജനങ്ങൾക്കും, അതായത് അയോധ്യയിൽ പോയി ഭഗവാന്റെ ആ പ്രതിഷ്ഠാ ചടങ്ങുകൾ കാണാൻ കഴിയാത്ത മുഴുവൻ രാമഭക്തർക്കും വിവിധ ക്ഷേത്രങ്ങളിലാണ്, വിവിധ ഹൈന്ദവ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ, അതുപോലെ ക്ഷേത്ര ഭരണസമിതികളുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രദർശനങ്ങൾ പോലും ഒരുക്കിയിട്ടുണ്ട്. അന്നദാനം ഒരുക്കിയിട്ടുണ്ട്, ദീപാലങ്കൃതം ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 10,000 വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന വീടുകളിൽ ഇന്ന് രാമന്റെ വരവ്, ആ പൂർണ്ണ രൂപമായ രാമനെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടി, ദീപങ്ങൾ അലങ്കരിക്കുന്നതിലേക്ക് വേണ്ടി ചടങ്ങുകൾ പോലും രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ നടയിൽ എത്തുമ്പോൾ തന്നെ പല ആൾക്കാരും, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ നമ്മളോട് പറഞ്ഞത്, നമ്മളെല്ലാവരും വൈകുന്നേരം ആകുന്നതിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, രാമനു വേണ്ടി ഒരു വിളക്കു കത്തിക്കുന്നതിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പങ്കുവച്ചിട്ട് പോയ അമ്മമാരടക്കം ഞാൻ രാവിലെ സാക്ഷ്യം വഹിച്ചതാണ്. എന്തായാലും വലിയ ആഘോഷം തന്നെയാണ് തിരുവനന്തപുരത്തുമുള്ളത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലെ തിരുവനന്തപുരത്ത് വലിയ ആഘോഷ രാവിലേക്ക് പോകുന്നുണ്ട്. അല്പസമയം കൂടി കഴിയുമ്പോൾ അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തും. കാരണം ആ പ്രാണപ്രതിഷ്ഠ 12 മണിക്ക് ആ ചടങ്ങുകൾ ആരംഭിക്കുമ്പോഴേക്കും ഈ കേരളവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ഈ തലസ്ഥാന നഗരവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള എല്ലാവിധ ആഘോഷങ്ങളിലേക്കും പങ്കാളിയാകാൻ, രാമനെ വരവേൽക്കാൻ, ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള എല്ലാ ഈ ചടങ്ങുകളിലേക്കും എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമേഷ്, യെസ്, രാമകഥ പാടാത്ത, രാമനാമം ജപിക്കാത്ത ഒരാൾ പോലും കേരളത്തിലുണ്ടാവില്ല. കേരളത്തിൻ്റെ രാജ്യത്തുടനീളം അത്തരത്തിൽ ഒരാളെ പോലും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് രാഷ്ട്രം ഒരേ മനസ്സോടുകൂടി രാമചന്ദ്ര പ്രഭുവിനെ സ്വീകരിക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്.